ഫസ്റ്റ് ടൈം വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് ഇൻട്രോ അത്ര എടുത്തിട്ട് അങ്ങ് ശരിയാവുന്നില്ല. അതുകൊണ്ട് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാം. നമ്മളിപ്പോൾ ഉള്ളത് നയാഗ്രയിലാണ്. നയാഗ്രയിലെ മാരിയറ്റ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാം. പതുക്കെയാണോ? ഇപ്പം നമ്മൾ 16th ഫ്ലോറിലാണ് നമ്മളുടെ റൂം വിളിക്കുന്നത്. റൂം നോക്കി എൻ്റെ പോയി, ഓ ഇതിൻ്റെ മേളിലെത്തിയതൊന്ന് നോക്കി. വ്യൂ ഇത് കണ്ടപ്പോൾ റൂം ഏതാന്ന് തന്നെ മറന്നു അല്ലേ നോക്കാൻ. റെയിൻബോ ഒക്കെ റൂം കാണിച്ചാൽ അത്യാവശ്യം നല്ല നീറ്റാണ് എല്ലാ സ്ഥലവും. അതിൻ്റെ മാരിറ്റാണല്ലോ അല്ലേ. ഇവിടെ ഐസ് ഡിസ്പെൻസറും അങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ട് ഈ സൈഡിൽ. കാർഡ് ടാപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും തോന്നല്ലേ. ഓക്കെ, ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഐസുണ്ട്, ഐസ് കിട്ടും. ഇപ്പം നമ്മൾ റൂമിലേക്കുള്ള യാത്രയാണ്. എല്ലാം ക്വയറ്റാണ്, അധികം സൗണ്ടൊന്നും ആക്കണ്ട. എല്ലാവരും റിലാക്സ് ചെയ്യാൻ വന്നിരിക്കും. വെറുതെ അലമ്പാക്കിയിട്ട് പറയിപ്പിക്കണ്ട. ഇതാരും ഇവിടെ വേസ്റ്റ് വെച്ചേക്കും, പുറത്ത് വെച്ച് എടുത്തോണ്ട് വന്നു. എവിടെ എത്തിയോ? ഇല്ലടാ, അപ്പുറം എക്സിറ്റ് ആണ് ഉണ്ട്. നമ്മളെ റൂം ആക്ച്വലി ഇതാണ്. അപ്പോൾ ഇങ്ങോട്ട് പോയാൽ എന്താ ഉണ്ട് കേട്ടോ. അവിടെയും റൂമൊക്കെ ഉണ്ട്. ഏത്? നമ്മൾ 19 ആണ്. ഇപ്പം കാർഡ് പഞ്ച് ചെയ്ത് താത്ത തരാൻ പോകുന്നത്. ഇനി റൂം എങ്ങനെയാണ് കാണിച്ചത്? ഓക്കെ, നല്ല സ്മെല്ലല്ലേ. നല്ല സ്മെല്ലുണ്ട്. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഇതാണ് ബാത്റൂം. ബാത്ത് ടബൊക്കെ ഉണ്ട്. ഇതാണ് മിറർ. ഇതിൻ്റെ അകത്ത് കൊമോഡുണ്ട്. പിന്നെ ഒരു ഷവർ ഏരിയയും കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റാട്ടോ. ഹെയർ ഡ്രയർ ഉണ്ട്. ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഹെയർ ഡ്രയർ സംവിധാനമൊക്കെ അത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ വെള്ളം നിറയാത്ര. ഇത് ഓപ്പൺ ആട്ടോ വാൾ ടബ്. ഇവിടെ ഒരു ക്ലോഷറൊന്നുമില്ല. ഡയറക്റ്റ് ഇങ്ങനെ എന്താ പറയുക, ബെഡ് കാണാം അതിൻ്റെ അകത്തുനിന്ന്. എന്നാലും കൊമോഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അത് ഭാഗ്യം, നന്നായി. അയൺ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അയൺ ചെയ്യാനുള്ള. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെ. എല്ലാ സൗകര്യമുണ്ട്. ഇരിക്കാം, കിടക്കാം, TV കാണാം, കുളിക്കാം, കിട്ടുന്ന കുളിക്കാം. ഇനി ഈ റൂമിൻ്റെ മെയിൻ അട്രാക്ഷനിലേക്ക് പോകാം. ദ വ്യൂ കാണിച്ചു കൊടുക്കാം. കാണിച്ചു തരാം. ഒറ്റപടിക്ക് വീട്. ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ. ആ ബ്രിഡ്ജിന്റെ പേരറിയാം? അതോ ചെറിയ കിളിവാതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാറ്റ് വരാനായിരിക്കും. ഇവിടെ ഇത് പഠിച്ചു ഗൈസ്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമുക്ക് US പോകാൻ പറ്റും അല്ലേ? പക്ഷേ US വിസ വേണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. അല്ലെന്ന് അവിടെ ചവിട്ടി പുറത്താക്കും. അതിനെന്തെങ്കിലും ഫോൾസിൻ്റെ പേരുണ്ടോ? ഇപ്പം ഇതാണ് നയാഗ്ര ഫോൾസ്. നമ്മളൊരു ദിവസം മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ ജസ്റ്റ് ഒന്ന് വന്ന് എല്ലാം കണ്ടിട്ട് പോയേ ഉള്ളൂ. ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല. ഇന്ന് പിന്നെയെന്ന് വെച്ചാൽ ഇവളുടെ ബർത്ത്ഡേയും കൂടിയാണ് നാളെ. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇവളുടെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ നിൽക്കണം, അങ്ങനെയൊക്കെ. സ്പെഷ്യൽ ഡേ ഒന്ന് സ്പെഷ്യലാക്കാലോ എന്ന് വിചാരിച്ചു. എങ്ങനെ സ്പെഷ്യൽ അല്ലേ? ഇഷ്ടമായോ? ഇങ്ങനെയൊക്കെ ഞാനതിൽ
മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഇതിൻ്റെ നയാഗ്ര ഇങ്ങനത്തെ സ്ഥലത്ത് വരും നിൽക്കുന്നൊക്കെ. ഓ എന്തല്ലേ അതൊരു പ്രത്യേക ഫീൽ. പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ ഡ്രൈവൊക്കെ ഉള്ളൂ അല്ലേ? വീട്ടിലേക്ക് 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരികയൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് നമ്മളിങ്ങനെ വന്നേക്കുന്നത്. ഇതിൽ വെള്ളമുണ്ട്. ഇവിടെ എന്താ ഇത് മെനു ആണോ? പിന്നെ എല്ലാത്തിൻ്റെയും മെനു കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ. ഇത് ബ്രഷും പേസ്റ്റ് എടുത്തില്ലായിരുന്നെങ്കിലോ പല്ലേക്ക് അത് ജീവിക്കേണ്ടി വന്നേനെ. ശരി. നാട്ടിലൊക്കെ സാധാ ഇതിലും തരാറില്ലേ ബ്രഷും പേസ്റ്റും? അങ്ങനെയല്ല, ചില ഹോട്ടൽസിലൊക്കെ റിക്വസ്റ്റ് ചെയ്യണം എന്നാലേ കിട്ടും. റിക്വസ്റ്റ് ചെയ്താലോ തരുമോ ചോദിച്ചോ, കിട്ടും. ഒരാളിവിടെ പേസ്റ്റും ബ്രഷും തപ്പിയിട്ട് കണ്ടില്ല വേറെ. അതാണ് അതിൻ്റെ പ്രതിഷേധമാണ് നിങ്ങൾ ഈ കാട്ടുന്നത്. ബ്രഷും പേസ്റ്റും തിരക്ക പൈസ. അത് ശരി. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പീനട്ട് ബട്ടറും കുറച്ച് ബ്രെഡും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ മെനു എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേ ഇപ്പോൾ പീനട്ട് ബട്ടർ ഇതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതേപോലെ എന്തെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഐ വിൽ റെക്കമെൻഡ് ദിസ് അപ്രോച്ച് ചെയ്യാം. നമ്മൾ ചെറിയൊരു നൈറ്റ് വാക്കിന് ഇറങ്ങിയേക്കാം. സ്ട്രീറ്റൊക്കെ കാണാം, ലൈറ്റ്സ് ഒക്കെ ഓണായിരുന്നു. നല്ല രസമുണ്ടാവും ഈ സ്ട്രീറ്റൊക്കെ കാണാൻ. അപ്പോൾ അതിങ്ങനെ കാണാൻ വേണ്ടി വന്നേക്കാം. നല്ല ഇതല്ല, കുറച്ചുകൂടി വലുതായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓഫ്, എൻ്റെ ഷൂട്ട് ലേസ് കഴിഞ്ഞു. ഷൂട്ട് ലേസ് കുഴപ്പമില്ല. കുറച്ച് അങ്ങോട്ട് വെച്ച് കേട്ടോ. വേണ്ട, ഓക്കെ. ഇപ്പം നമ്മളിങ്ങനെ കറങ്ങി തടഞ്ഞ് ഇവിടുത്തെ കസീനോയിലെത്തിക്കാം. ഓ, വെറുതെ അകത്തൊന്ന് കയറിയിട്ട് വന്നു. എല്ലാവരും കുറേ പേര് പോകുന്നു. ഇല്ലടാ, ഇന്നത്തെ മാളോ കയറണോ എന്നാ? സീനറിയാണോ? നമുക്ക് ഇറങ്ങി തീടിഞ്ഞ് എവിടെയൊക്കെയോ എത്തി. ഇവിടുത്തെ ഫുഡ് കോർട്ടാ തോന്നല്ലേ? ബർഗർ കിങ്. അപ്പോൾ ഇവിടെ ഫുഡ് കോർട്ടിൽ എവിടെ നിന്ന് ഫുഡ് കഴിക്കും എന്ന് ചിന്തിക്കുകയാണ്. ഇത് ബർഗർ കിങ് നയിച്ചാലോ എന്നാ? ഓക്കെ, എന്നാൽ ബർഗർ കിങ് കഴിക്കാം. ബർഗർ കിങ് അപ്പോൾ ബർഗർ കിങ്ങിൽ ഫുഡ് ഓർഡർ ചെയ്ത് വിളിക്കാം. അപ്പോൾ നമ്മൾ ബർഗർ കിങ്ങിൽ 2 ബർഗർ വാങ്ങി അടി അടിച്ചോ. ഇങ്ങനെയുണ്ട് എക്സ്പ്രഷൻ കണ്ടാലും അറിയാം എങ്ങനെ ഇട്ടത്. അപ്പോൾ ഓക്കെ, ഞാനും കൂടി കഴിച്ചിട്ട് നേരെ നമുക്ക് ഹോട്ടലിൽ പോയല്ലോ. അപ്പോൾ കസിനോയിലെ ബർഗറൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ കസീനോയിലുള്ള ബർഗർ കിങ്ങിലെ ബർഗറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ബർഗർ നല്ല ഷോക്കായിരുന്നു അല്ലേ? നല്ല ദുരന്തായിരുന്നു. ഇതൊക്കെ ഒച്ചയ്ക്ക് വരുന്നുണ്ടല്ലോ. ഇതിന്റെ പുകയൊക്കെ ഇരുന്ന പിന്നെ കോഫി ഉണ്ടാക്കുമ്പോ പുകയില്ലേ? സ്റ്റോപ്പ് ചെയ്യണോ? ഇപ്പൊ കോഫി ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി 10 മണിക്കല്ലേ ഫയർ വർക്ക്സ്? ഇപ്പൊ തുടങ്ങും. എന്നൊരു കോഫിയും കുടിച്ചുകൊണ്ട് നമുക്ക് ഫയർ വർക്ക്സ് കാണാം. അപ്പോൾ ഇതാ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കരയിൽ തന്നെ മുട്ടിക്കുന്നു തോന്നല്ലേ? കോർണറിന്ന് തോന്നുന്നു. മാത്രമേ കുറച്ചൊരു
നമ്മുടെ തൃശ്ശൂർ പൂരം. അല്ല, തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടൊക്കെ കാണുമായിരുന്നു. ഇതിപ്പോ എന്തിട്ടാ സാധാരണ ഒരു സാധനം പോരാ. ബർത്ത്ഡേകൾ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. 28 വയസ്സായോ? സാരില്ല, ആൻറ്റി വൈബായി അങ്ങനെ പറയണം. ബർത്ത്ഡേ ഗിഫ്റ്റ് ഇഷ്ടമായോ? നല്ല ഇഷ്ടമായോ? അമേസിങ്. അത് ശരി, നീയല്ലേ പറഞ്ഞ കേക്ക് വേണ്ട. ജാക്കറ്റ് കൊള്ളാല്ലേ? കഴിഞ്ഞ സീസണിൽ വാങ്ങിയതാ, ഓഫർ ഉണ്ട്, ഇപ്പോൾ വാങ്ങിച്ചതാ. അപ്പോൾ ഇപ്പോഴാണ് ഇടുന്നത്, ഫസ്റ്റ് ടൈം വരുന്നത്. ശരി, നാളെ എത്ര മണിക്കാ സൺറൈസ്? 5 മണിക്ക് എണീക്കണം. ഇപ്പോൾ 5 മണിക്കല്ല, സൺറൈസ് 5:30ക്കാണ്. ഫസ്റ്റ് റേ ഓഫ് ലൈറ്റ് 5 മണിക്ക് വരും. ശരി, 5 മണിക്ക് എണീക്കണം. ഓക്കെ, ടാസ്ക്കാണ്. ഇപ്പോൾ ഡേ 2 ചെക്കൗട്ട് ചെയ്യാൻ സമയമായി. ബാഗൊക്കെ പാക്ക് ചെയ്തു, എല്ലാം സെറ്റായി, കുളിച്ച് റെഡിയായി. ബർത്ത്ഡേ ഗേൾ വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മോർണിംഗ് വ്യൂ? അടിപൊളിയായിരുന്നു. നമ്മുടെ ഈ ബെഡൊക്കെ എടുത്തിട്ട് ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തത്. വിഷ്വൽസ് എന്തായാലും ഇതിൽ കാണിക്കാം. നല്ല വ്യൂ അല്ലേ? ആ പൈസക്ക് വെർത്തായി തോന്നുന്നുണ്ടോ? ഈ വ്യൂ മാത്രം നോക്കുമ്പോൾ ഓക്കെയാണ്, വെർത്താണ്. നമ്മൾ പേ ചെയ്തത് ഇൻക്ലൂഡിങ് ടാക്സ് $370 ആണ് അല്ലേ? $370 Canadian ആണ് സ്പെൻഡ് ചെയ്തത് ഈ ഒരു റൂമിന് വേണ്ടിയിട്ട്. റൂമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നടുക്കൊരു സാധനം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതില്ലാത്ത റൂം ഇവിടെ അവൈലബിൾ ആണോ എന്നറിയില്ല. അതില്ലാത്ത നോക്കി എടുക്കുകയാണെങ്കിൽ അതേപോലെ കുറച്ച് വ്ളോഗേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓൺലൈൻ ചെക്കൗട്ട് ചെയ്തോ? ഓ ഓക്കെ, എന്താ പിന്നെ നമുക്കറിയാം. അപ്പോഴത്തേക്ക് ആള് നോക്കാൻ വരും തോന്നും. അത് നടന്നു. അപ്പം നമ്മളിവിടുന്ന് വെള്ളം എടുക്കാന്ന് വിചാരിക്കുന്നു. അതല്ല, അതിൽ ഐസാണ് ഇതില്. വെള്ളം ഇതാ $1. Swipe or insert. ഇത് നോക്കി. വെള്ളത്തിൽ അര ലിറ്റർ വെള്ളത്തിന് വെള്ളം കുടിച്ച് പോവാം. തള്ളിക്കൊണ്ട് കാറിലേക്ക് പോവാണ് തിരിച്ച്. ഇവിടെ വണ്ടി എത്ര സമയം വെക്കാൻ പറ്റും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 12 മണി വരെയൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് പോവാം, പുറത്ത് വെറുതെ പാർക്കിങ് കൊടുക്കണ്ടല്ലോ. ഇത് ബസ് പാസ് കിട്ടിയില്ലേ? കോംപ്ലിമെൻ്ററി ആയിട്ട് 2 ബസ് പാസ് കിട്ടിയാണ്. ബസ്സിൽ അൺലിമിറ്റഡ് ആയിട്ട് 8 hours പോകാന്നല്ലോ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ വണ്ടി ഇപ്പോൾ നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് പുറത്തിറങ്ങി. ഇതാണ് നമ്മൾ നിന്ന ഹോട്ടൽ. ഇതാണ് അവിടെ നിന്ന് പറഞ്ഞ ബസ് പാസ്. നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറി ഇപ്പം ക്രൂയിസിന് വേണ്ടി പോവുക, ക്രൂയിസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ആണ് സമയം കാണിക്കുന്നത്. ഈ ബസ്സിൻ്റെ ഡ്രൈവർ ഇറങ്ങിയിട്ട് ഹോട്ടലിലേക്ക് കയറി പോയിട്ടുണ്ട്. അതിനാവാം വരാതെ നമ്മൾ ബസ് ഇറങ്ങി സിറ്റി ക്രൂസിൻ്റെ അടുത്ത് ബസ് ഇറങ്ങിയിട്ട് ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാണ് ഇനി റോഡ് ക്രോസ് ചെയ്തിട്ട് ക്രൂസ് ഷിപ്പിലേക്ക് കയറാം. ഷെറാട്ടൺ ഇതൊക്കെ ഹോട്ടലാണ്. പിന്നെ ഒരു കസിനോ ഉണ്ട്, ക്രൗൺ പ്ലാസ, നല്ല നൈസായിട്ടുള്ള വ്യൂ. അവിടെ നിന്നാണ് ബോട്ട് കയറേണ്ടത്. നല്ല കയറിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി. ആ ബ്ലൂ കളറാണ് US-ലെ ടീം. ബോട്ട് കയറാൻ വേണ്ടിയുള്ള നടപ്പാണ്. വലിയ തിരക്കൊന്നുമില്ല അല്ലേ? വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല.
നടക്കുന്ന വഴിയിൽ വലിയ റഷൊന്നും കാണുന്നില്ല. താഴെ എത്തിക്കഴിഞ്ഞിട്ട് എന്താണ് ഓ Right down, guys. This is one on the boat, please. നമ്മളിവിടെ കയറിയിട്ടാണ് കെട്ടിക്കോ. അപ്പോൾ ക്രൂസിലെ യാത്രയൊക്കെ കഴിഞ്ഞ് കുറേ ബൈക്കിൽ ആശാന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. നേരെയാണ്. ഇനിയിപ്പോൾ ക്രൂസിലെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഒക്കെ നടക്കാം. നമ്മൾ ജംഗ്ഷനിലെത്തി. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ പൊപ്പോയ്സിന്ന് ഒരു ചിക്കനും ഫ്രൈ. നമ്മുടെ ഇനി ഇതിൽ കയറിയാലോ എന്ന് ആലോചിക്കും. എന്താ പോയാലോ? Skywheel. For your safety, please remain seated and do not. പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സ്പീഡ് ഉണ്ട് കേട്ടോ. അത്ര ഉണ്ട് പോകും. എൻ്റെ മോന് താഴോട്ട് ഒരു വ്യക്തി താഴോട്ടുള്ള പേടിയുണ്ട്. ഇല്ലേ പേടിയൊന്നുമില്ലേ? പേടി വരാൻ തോന്നാതെ ഒരാളുടെ പേടിക്കുണ്ട്.